അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ദുർഗന്ധം മൂലം മൂക്കുപൊത്തി ഓട്ടോ തൊഴിലാളികളും വഴിയാത്രക്കാരും വ്യാപാരികളും. തിരുവല്ലോമല മലേശമംഗലം റോഡിൽ ചുങ്കം സെന്ററിലാണ് ഈ ദുരവസ്ഥ. തിരുവല്ലോമല മലേശമംഗലം റോഡിൽ ചുങ്കം സെന്ററിൽ ദുർഗന്ധം മൂലം ഓട്ടോ തൊഴിലാളികളും വഴിയാത്രക്കാരും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലാകുകയാണ്. പാതയോരത്തെ ഹോട്ടലിൽ നിന്നുള്ള അഴുക്കുജലം റോഡിലേക്ക് ഒഴുകുന്നത് മൂലം പരിസരം ദുർഗന്ധപൂരിതമാണ്. ഓട്ടോ സ്റ്റാൻഡിലുള്ളവരും വഴിയാത്രക്കാരും സമീപത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരും മൂക്കുപൊത്തേണ്ട ഗതികേടിലാണിപ്പോൾ. അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരുന്നു. അവരെത്തി ഹോട്ടൽ ഉടമയ്ക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും സ്ഥിതിഗതികൾ പഴയതുപോലെ തന്നെയെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യക്തമാക്കി. ഈ റോഡിന്റെ വികസനം വന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ ബുദ്ധിമുട്ട്. ഈ നടപ്പാത നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാനയിൽ കൂടെ വെള്ളം പോകുന്നതിന് തടസ്സം നേരിട്ടുണ്ട്. അവിടെ താഴ്ചയായിട്ടാണ് നിൽക്കുന്നത്. അന്ന് മുതൽ ഞങ്ങൾ പറയാൻ തുടങ്ങിയതാണ് അത് വൃത്തിയാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. റേഷൻ കട വരെ ഈ അഴുക്ക് ഈ ഹോട്ടലിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും വരുന്ന മുഴുവൻ അഴുക്കും ഈ ഇതിലാണ് കെട്ടിക്കിടക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും അവർ പറഞ്ഞു. ഓട്ടോറിക്ഷ സ്റ്റാൻഡിനടുത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പൈപ്പ് ലൈൻ വഴി താഴോട്ട് ഒഴുകിയെത്തുന്ന വെള്ളം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഹരിതകർമ്മസേന വൃത്തിയാക്കിയ സ്ഥലമാണ് ഇവിടെ. പക്ഷെ ഇന്നും ഈ ക്യാമറ ഒന്ന് താഴത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ കാണാം. കാരണം അനവധി ഒരു ടൗണിന്റെ പരിസ്ഥിതി ഒന്ന് അങ്ങോട്ട് പുറകിലേക്ക് കാണിച്ചാൽ കണ്ട നോക്കൂ, ക്യാമറ ഒന്ന് കാണിക്കും അവിടേക്ക്. ഇതൊരു ടൗണാണ്. ഈ ടൗണിന്റെ അവസ്ഥ നോക്കി കണ്ടു. അപ്പൊ അതിന്റെ എഫക്റ്റ് ഇത് അനവധി മാലിന്യങ്ങൾ ഇതിന്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. ഈ വെള്ളം ഒഴുകി പോകാത്തതുകൊണ്ട് ഈ വെള്ളം കെട്ടി നിൽക്കുക കാരണം ഇതിന്റെ ദുർഗന്ധം മുഴുവൻ ഞങ്ങൾക്ക് ആണ് അനുഭവിക്കുന്നത്. മഴയുള്ള സമയങ്ങളിൽ വഴിയാത്രക്കാരായവർക്കും ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർക്കും മഴ നനയേണ്ട അവസ്ഥയാണ്. ഓടുന്നുള്ള വെള്ളം ഇവിടെ ഒന്നിച്ച് വീണിട്ട് വണ്ടിക്കാർക്കും കടക്കാർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. യാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല. മഴ പെയ്യുമ്പോൾ ഈ റോഡ് വെള്ളം വീഴുന്ന മുഴുവൻ നമ്മളാകെ വീട്ടിൽ ജീവിക്കുന്ന ഉപജീവന മാർഗം ഈ ടിക്കറ്റ് കച്ചവടം. അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. മഴ വരുമ്പോൾ അങ്ങനെ മൂടി വയ്ക്കുക. പലവിധ പ്രശ്നങ്ങൾ നിലനിൽക്കെ പൊതുവെ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടം കുറയുന്ന ഈ സമയങ്ങളിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഇട്ടിരിക്കുവാനുള്ള ബുദ്ധിമുട്ട് ഓട്ടോ തൊഴിലാളികൾ അറിയിച്ചു. ഞങ്ങളിവിടെ കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം വരെ വണ്ടി കൊടുത്തിട്ട് റോഡിനാണ്. ഇവിടെ നാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾ അടുത്തടുത്തൊക്കെ പറഞ്ഞാൽ അവർ വന്ന് നോക്കും, പോവും, പിന്നെ വരില്ല. അതങ്ങനെ പോകും. ഇത് എത്ര പറഞ്ഞ കാര്യമൊന്നുമില്ല. ഞായറാഴ്ച ദിവസം ഏറ്റവും കൂടുതലുണ്ടാവുക, അല്ലാത്ത ദിവസം കുറച്ച് കമ്മി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരും അവരുടെ വിഷമതകൾ CCV വാർത്തയോട് വിശദീകരിച്ചു. പലവിധ അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന വേളയിൽ മലിനജലവും മറ്റുള്ള പ്രശ്നങ്ങളും മൂലം പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ കണ്ണടച്ചിരുട്ടാക്കാതെ ആവശ്യമായ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. CCV ന്യൂസ്, തിരുവല്ലോമല.